ഹായ്, ഞാൻ അംബിക. കിച്ചൺ ടേറ്റ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്വീറ്റാണ്. തമുക്ക് എന്നാണ് ഇതിന് പറയുന്നത്. വളരെ പെട്ടെന്നും ഈസിയായും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. തമുക്കിന് വേണ്ട ചേരുവകൾ: കുത്തരി 2 കപ്പ്, ശർക്കര 300 ഗ്രാം, തേങ്ങ ചിരകിയത് 1 കപ്പ്, പാളയംകുടം പഴം 8 എണ്ണം, ഏലക്ക 4 എണ്ണം പൊടിച്ചത്. തമുക്കിന് വേണ്ട ചേരുവകൾ നോക്കാം. കുത്തരി 2 കപ്പ്, ശർക്കര 300 ഗ്രാം, പകുതി തേങ്ങ, പാളയംകുടം പഴം 8 എണ്ണം. നമുക്ക് മറ്റേതെങ്കിലും ചെറുപഴം വെച്ച് ഞാലിപ്പൂവനോ മറ്റോ വെച്ചും തമുക്കുണ്ടാക്കാം. പക്ഷേ നല്ല ടേസ്റ്റും മണവും കിട്ടാൻ പാളയംകുടം പഴമാണ് ഏറ്റവും നല്ലത്. ഏലക്കായ 4 എണ്ണം പൊടിച്ചത്. ആദ്യമായി കുത്തരി നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഒരു കട്ടിയുള്ള കോട്ടൺ തുണിയിൽ പരത്തി ഇടണം. വെള്ളം നല്ലോണം വറ്റിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഇത്. വെള്ളം വാർന്ന അരി നമുക്ക് വറുത്തെടുക്കണം. നല്ല കനമുള്ള ചീനച്ചട്ടിയിൽ വറുക്കുന്നതാണ് നല്ലത്. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. അതുപോലെ അരി മലര് പൊട്ടുന്നത് പോലെ പൊട്ടി വെള്ള കളറ് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം. ബ്രൗൺ കളറായാൽ ഉടനെ തന്നെ ചീനച്ചട്ടിയിൽ നിന്നും അരി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റണം. ചീനച്ചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്, കരിയാൻ സാധ്യതയുണ്ട്. അരി നന്നായി ആറിയതിന് ശേഷം നമുക്കത് നന്നായി പൊടിച്ചെടുക്കണം. അരി പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഏലക്കായും ചേർത്ത് നമുക്ക് പൊടിക്കാം. ഇനി ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കണം. ശർക്കര പാനിയാക്കിയും ചിലർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ശർക്കര പാനിയാക്കുമ്പോൾ തമുക്കുണ്ടാക്കി കഴിയുമ്പോൾ അതിൽ കൂടുതൽ വെള്ളം ഉള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല, തമുക്കുണ്ടാക്കി കഴിയുമ്പോൾ അത് കാണാനും ഭംഗി ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ്. നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് പഴം അരിഞ്ഞെടുക്കണം. പഴം വട്ടത്തിലും അരിയാം, അതുപോലെ ശർക്കര ഉപ്പേരിക്ക് അരിയുന്നത് പോലെയും അരിയാം. ഞാനിവിടെ 2 വിധത്തിലും പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. തമുക്കിനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ആദ്യം പഴം എടുത്തു, അതിലേക്ക് ശർക്കര ചേർക്കണം.
ശർക്കര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. പഴവും ശർക്കരയും തേങ്ങയും കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഒന്നിച്ച് മുഴുവൻ ഇടരുത്, കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് വേണം ചേർക്കാൻ. ഒരു പ്രാവശ്യം ഇട്ടതും മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പം മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തമുക്ക് റെഡിയായിട്ടുണ്ട്. വളരെ സ്വാദുള്ള ഒരു സ്വീറ്റാണിത്. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഈ സ്വീറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള കരിങ്ങാച്ചിറ പള്ളിയിൽ എല്ലാ വർഷവും ഡിസംബറിൽ ഒരു പെരുന്നാളുണ്ട്. ആ പെരുന്നാളിന് ധാരാളം ആളുകൾ നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു സ്വീറ്റാണ് ഈ തമുക്ക്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.